നമസ്കാരം. പ്രധാന വാർത്തകൾ. വാർഷിക പദ്ധതി ഫണ്ട് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചെന്ന് ആരോപണം. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ സ്കൂൾ വാനിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മാന്നന്നൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. 10 പേർ കൂടിയും പരാതി നൽകി. ഇതോടെ പരാതിക്കാരുടെ എണ്ണം 60ആയി. മണ്ണാർക്കാട് കോട്ടോപ്പാടം കണ്ടമംഗലത്ത് വീട് കത്തി നശിച്ചു. പുളിക്കത്തോട്ടത്തിൽ പത്രോസിന്റെ വീടാണ് കത്തി നശിച്ചത്. ആളപായമില്ല. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ മാമാങ്ക ചാവേർത്തറ നിർമ്മാണ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതി പൂർത്തിയാക്കാൻ വകുപ്പ് അധികാരികൾ ഇടപെടണമെന്ന് മാമാങ്ക മഹോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ. ഒറ്റപ്പാലത്ത് 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. 30ലേറെ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലിൽ ബഹളവും പ്രതിപക്ഷ പ്രതിഷേധവും. 2024-25 വാർഷിക പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചു എന്ന് ആരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ എല്ലാവർക്കും അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നായിരുന്നു ചെയർമാന്റെ മറുപടി. 2024-2025 വാർഷിക പദ്ധതി രേഖ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ വിവേചനം ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങളോട് ഒരു അഭിപ്രായവും നിർദ്ദേശവും ചോദിച്ചിട്ടില്ലെന്ന് ഇവർ ആരോപിച്ചു. പൊതുഫണ്ട് മാറ്റിവെച്ചാൽ റോഡ്, വെള്ളം, വെളിച്ചം എന്നിവയ്ക്ക് ഭരണപക്ഷ വാർഡുകളിൽ കൂടുതൽ തുക വകയിരുത്തിയപ്പോൾ പ്രതിപക്ഷ വാർഡുകളിൽ തുച്ഛമായ തുകയാണ് വച്ചതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇതേ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാഗ്വാദവുമുണ്ടായി. ഇത്തവണ പറഞ്ഞു 5 ലക്ഷം രൂപ ഉണ്ടാവുമെന്ന്. 5 ലക്ഷം രൂപ കോൺക്രീറ്റ് റോഡിനാ, കുടിവെള്ള പദ്ധതിക്കും അംഗനവാടിക്കും അല്ല. ആ 5 ലക്ഷം രൂപ പ്രതീക്ഷിച്ച് എന്നാലും ഒഴിവാക്കാൻ വയ്യാത്ത ചിലത് കൂടെ കയറ്റി 7, 8, 9 ഒക്കെ ഇവരെഴുതി കൊടുത്തു. പക്ഷേ അതിൽ 5 ലക്ഷം നാമമാത്രമായി 1-2 വാർഡുകളിൽ 6ഉം 7ഉം അത് പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ 1-2 റോഡുകൾ കടന്നുകൂടിയതാണ്. ആവട്ടെ, ഞങ്ങൾ അതിലൊന്നും എതിരല്ല. ഞങ്ങളുടെ വാർഡ് 10 ലക്ഷം കൊടുക്കുന്ന ഞങ്ങളെതിരാ. 15 ലക്ഷം രൂപയോളം പല വാർഡുകളിലും റോഡ് പണി, സൈഡ് കെട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പരിഗണന ഈ 12 വാർഡുകളിലെ മെമ്പർമാർക്ക് നൽകാത്തത് അവഗണനയല്ല, ഞങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് ഈ കൗൺസിലിന് മുമ്പാകെ പറയാനുള്ളത്. ഇത് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അവഹേളിക്കലാണ്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ഇതിനൊക്കെ നിന്ന് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു ധിക്കാരവും ദാക്ഷ്യവും തന്നെയാണിത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ വാർഡുകളിലേക്ക് വളരെ കുറച്ച് തുകയും ഇപ്പൊ ഭരണക്കാരുടെ വാർഡുകളിലേക്ക് വലിയ തുകകളും ആണ് ഇതിൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോ ഞങ്ങളൊക്കെ വാർഡിലുള്ള ജനങ്ങൾക്ക് അവിടെ അവർക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ വേണ്ടേ? ഇപ്പോ വാർഡ് സഭകളിലൊക്കെ തന്നെ പല റോഡുകളും പൂർത്തീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ വെക്കണം. ചെറിയ തുകകൾ വെച്ചിട്ട് ഇതാക്കരുതെന്ന് ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾ തന്നെ വന്നിട്ട് ഘോര പ്രസംഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ ഈ തരത്തിൽ വളരെ ചെറിയ തുകകൾ നൽകിക്കൊണ്ട് ഞങ്ങളോട് വലിയ വിവേചനം നടത്തുകയാണ്. ആ വിവേചനത്തിന്റെ ആവശ്യമുണ്ടോ? ഈ ചർച്ച വികസന സെമിനാറിലും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലും വന്നിട്ട് അവതരിപ്പിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ തിരുകൂടി നന്നായിരുന്നു. കുറച്ചും കൂടി ആൾക്കാരെ നമുക്ക് കൂടെ കിട്ടുമായിരുന്നു. അപ്പൊ ഈ പദ്ധതി കുറച്ചും കൂടി നന്നാവുമായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകണം, അത് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകണം. അതിന്റെ ഉള്ളിൽ റിഹേഴ്സൽ, ആ റിഹേഴ്സലിന്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകളാണ് ഞാൻ അറിഞ്ഞില്ലേ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വന്നത്. വിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തലുണ്ട്, അതൊക്കെ ചെയർമാൻ പറയും എന്താണ് ചെയ്യാൻ കഴിയുക. അതൊക്കെ ചെയർമാന്റെ രീതിയിൽ അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. 2020 ഡിസംബർ മാസം 21-ാം തീയതി അധികാരമേറ്റത് മുതൽ കൃത്യമായ കാഴ്ചപ്പാട് ഈ ഗവൺമെന്റിന്, ഈ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ്
കഴിഞ്ഞ 3 വർഷക്കാലമായി എന്തെല്ലാം തന്നെയാണ് മുൻതൂക്കം കൊടുത്തത്. ആ മുൻതൂക്കം കൊടുത്തപ്പോൾ കുടിവെള്ളത്തിന് മുൻതൂക്കം കൊടുത്തു. 205 കോടിയിലധികം രൂപ വരുന്ന വികസന പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവിടുത്തെ റോഡ് പൊടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ അഭിമാനബോധത്തോടു കൂടി പറയാൻ കഴിയും, കഴിഞ്ഞ 2 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് വെച്ച ഒരു നഗരസഭയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പറയേണ്ടതില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് വളരെ പ്രയാസമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഷഹനാസ് ബാബു കൗൺസിലറോട് സൂചിപ്പിച്ചു, ആ കൗൺസിലറുടെ വാർഡിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാ ബ്രഹ്മോത്തര റോഡ്. 14 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി പോയത് ഞാനാണ്. അത് ഏതെങ്കിലും ഒരു വിവേചനത്തിന്റെ ഭാഗമാണോ? വിവേചനത്തിന്റെ ഭാഗമല്ല. എന്നാൽ 20 കോടിയിലധികം വരുന്ന നഗരസഭയുടെ വാർഷിക പദ്ധതികളിൽ വാർഡുകളിലേക്ക് കോൺക്രീറ്റ് റോഡുകൾ കുറഞ്ഞു എന്ന പരാതി മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളതെന്നായിരുന്നു ചെയർമാൻ്റെ മറുപടി. പദ്ധതികളെപ്പറ്റി ആർക്കും ആക്ഷേപമില്ല. വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും വികസന സെമിനാറിലും പങ്കെടുത്ത അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒന്നും പറയാതിരുന്ന പ്രതിപക്ഷം കൗൺസിലിൽ വന്ന് കുറ്റവും കുറവും പറയുന്നത് രാഷ്ട്രീയ താൽപ്പര്യത്തോടെയാണെന്നും പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നുമായിരുന്നു ചെയർമാൻ്റെ മറുപടി. പരാതി പറഞ്ഞത് ഏത് മാത്രമാണ്? 20 കോടി രൂപയിലധികം വരുന്ന വാർഷിക പദ്ധതിയിൽ പരാതിയുള്ളത് വാർഡിലേക്ക് ചില കോൺക്രീറ്റ് റോഡുകളുടെ എണ്ണം കുറഞ്ഞതിനപ്പുറം വേറെ ചില വാർഡുകളിൽ കൂടി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 33 വാർഡിൽ കൂട്ടിയാൽ 1 കോടിയുടെ വരും, 3 ലക്ഷം കൂട്ടിയാലും അല്ല. ബാക്കി എല്ലാ പദ്ധതികളും ഏറ്റവും നല്ല രീതിയിലാണ് എന്ന അംഗീകാരം തന്ന ഞങ്ങളുടെ കൗൺസിലിനെ വളരെ അഭിനന്ദിക്കുകയാണ്. വേറൊരു പദ്ധതിയിൽ ആർക്കും പറയും വ്യത്യാസം കണ്ടില്ല, അതിന് സന്തോഷമാണ്. എന്ത് സാധാരണ പല നഗരസഭകളിലും ഇത്തരത്തിൽ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആ പദ്ധതിയിൽ വളരെ വലിയ ചർച്ച നടക്കുക. പദ്ധതിയുടെ ഓരോ നിബന്ധനകൾ വെച്ചിട്ട് ഇത് ആകെ എന്തെങ്കിലും ആകെ വിമർശനം. ഭൂരിപക്ഷം അംഗങ്ങളും ചർച്ച പങ്കെടുത്തു. ഇത് നിയമസഭയിലുള്ള ചർച്ച വന്നു. MLA ഫണ്ട്, MP ഫണ്ട് മുതൽ വലിയ നിലവാര ചർച്ച നടന്നു. അതിലൊന്നും തന്നെ ചപ്പശ്ശേരി നഗരസഭയുടെ പദ്ധതിയെ 0.5% പോലും വിമർശിക്കാൻ പോയിന്റ് കിട്ടിയിട്ടോ. കാണിച്ചതുണ്ട്. തിരുത്തും അത് തിരുത്തും. കൗൺസിലർമാർക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത് ഒരാൾ ഭരണപക്ഷം പ്രതിപക്ഷത്തില്ല. അത് കൂടിയെടുത്ത കുറച്ചെടുത്ത് കൂട്ടും. കൂടിയെടുത്ത അത് ഞാൻ നിങ്ങളെ ചർച്ച മുഴുവൻ നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോട്ടെ, മുഴുവൻ കൗൺസിലർമാരുടെ ചർച്ച ചെയ്യും. എന്നാൽ ഇതിനിടെ തന്നെ ചെയർമാൻ്റെ മറുപടി തൃപ്തികരമല്ലെന്നാരോപിച്ച പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. BJP കൗൺസിലർ K. സൗമ്യയും ഫണ്ട് വകയിരുത്തിയതിൽ വിവേചനം ആരോപിച്ച് വിയോജനം രേഖപ്പെടുത്തി നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു. വെൽഫെയർ പാർട്ടി കൗൺസിലർ P. അബ്ദുൽ ഗഫൂറും ഫണ്ട് വകയിരുത്തിയതിലെ പക്ഷാപാതിത്വം ചൂണ്ടിക്കാട്ടിയെങ്കിലും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയില്ല. തീർത്തും അവഗണനയും അവഹേളനവുമാണ് പ്രതിപക്ഷത്തെ 12 വാർഡുകളോടും ഭരണസമിതി കാണിച്ചതെന്നും മാന്യമായ ഒരു ഉപാധി കാണുമെന്നാണ് ചെയർമാൻ്റെ മറുപടിയിൽ പ്രതീക്ഷിച്ചതെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം കൗൺസിലിൽ മാത്രം ഒതുങ്ങില്ലെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളിത് പരിശോധിച്ചപ്പോൾ തീർത്തും ഞങ്ങളുടെ 12 വാർഡുകളിൽ അവഗണനയും അവഹേളനവുമാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇത് ഇനി ഈ രീതിയിൽ വിട്ടാൽ പോരാ. ഇത് കൗൺസിലിലെ പ്രതിഷേധം കൊണ്ട് മാത്രം ഒതുക്കാവുന്നതല്ല. ഇത് ചെർപ്പളശ്ശേരിയിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഇക്കാര്യം അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അതിരൂക്ഷമായ ഏകാധിപത്യ പ്രവണതയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഈ ഭരണസമിതി വശംവദരാകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. മറ്റ് കൗൺസിലർമാർ, ഭരണപക്ഷ കൗൺസിലർമാർ അവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ സശ്രദ്ധം കേട്ടിരുന്നു. ഞങ്ങൾ കാത്തിരുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ മറുപടിക്കാണ്.
ഇങ്ങനെയൊക്കെയുള്ള ഈ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാന്യമായ ഒരു ഉപാധി വെച്ച് ഞങ്ങളുടെ പ്രതിഷേധം പരിഹരിക്കാൻ അദ്ദേഹം തയ്യാറാവുമെന്ന് ഞങ്ങൾ കരുതിയത്. അദ്ദേഹം സ്ഥിരമായി പറയുന്ന വാചകത്തിൽ അതൊക്കെ പരിശോധിക്കാം എന്ന് പറഞ്ഞു. 3 കൊല്ലമായി അദ്ദേഹത്തിൻ്റെ പരിശോധനയും പരിഗണനയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ വിശ്വാസം. പല നിലയ്ക്കായി എല്ലാ വാർഡുകളിലും ഫണ്ട് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും ചെയർമാൻ പി രാമചന്ദ്രനും പറഞ്ഞു. അവർക്ക് ആക്ഷേപം ഈ ചെറുകിട റോഡുകൾ 1,50,000 ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർക്ക് കുറവ് വന്നു എന്നുള്ളതാണ്. അതല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞേ, പരിഹരിക്കുമെന്നല്ലേ കൗൺസിൽ ഞാൻ പറഞ്ഞത്. പരിഹരിക്കില്ലല്ലോ, ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കാനിരിക്കേണ്ടത്. അപ്പോൾ ആക്ഷേപം ഉന്നയിക്കാനേ ഉദ്ദേശമുള്ളൂ, അത് പരിഹരിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ കൗൺസിലിൽ നിന്ന് പോകുമ്പോൾ പറഞ്ഞു ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഇരിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ വാചകം തന്നെ ആക്ഷേപങ്ങൾ പരിഹരിക്കുന്നതല്ലേ, അത് കേൾക്കാതെ പോകുന്നത് ഒരു ജനങ്ങളുള്ള വെല്ലുവിളിയാണ്. വീട്ടുമുറ്റത്തേക്ക് പോകാൻ നമുക്ക് പോവാം. ഞങ്ങൾ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളത് കൃത്യമായി ജനങ്ങളോട് സംവദിക്കണം. അവർ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് സംവദിക്കാൻ കഴിയാം, അറിയാലോ, സംവദിക്കാമല്ലോ. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അത് ഇന്നത്തെ കൗൺസിലിൻ്റെ ചുമതലയാണല്ലോ. കൂടുതൽ വരുന്ന ഫണ്ടുകൾ കുറച്ച് കുറയ്ക്കാണ്ട്, പല ഫണ്ടും ടാലിയാക്കുമ്പോൾ കുറേ ഫണ്ട് കുറയ്ക്കേണ്ടി വരും. അല്ലാതെ 15 വർഷത്തിൻ്റെ നിർദ്ദേശം വെച്ചാൽ 15 വർഷത്തിന് നടപ്പാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അതൊക്കെ ഒരേ മാതിരിയാക്കി തന്നെ ചെയ്യാം. പക്ഷെ അതെല്ലാം തുല്യമായിട്ട് എല്ലാ വാർഡിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ സ്കൂൾ വാനിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വാണിയംകുളം മാനന്നൂർ AUP സ്കൂളിലേക്ക് കണിയമ്പുറം ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന വാനിന് പിറകിലാണ് ബസ് ഇടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 8:40 കൂടിയായിരുന്നു അപകടം. അപകടത്തിൽ വാനിലെ പിൻസീറ്റിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പരിക്കുകൾ ഗുരുതരമല്ല. 9 വിദ്യാർത്ഥികളും 2 ജീവനക്കാരും ഒരു രക്ഷിതാവുമാണ് വാനിലുണ്ടായിരുന്നത്. വാനിൽ ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും കണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പിനെതിരെ പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത്. വ്യാഴാഴ്ച മാത്രം 10 പരാതികളാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ വന്നത്. നേരത്തെ നൽകിയ 50 പേരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. നിക്ഷേപകരെ കബളിപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് കൂടുതൽ പേർ പരാതികളുമായി എത്തിയത്. സൗജന്യ ചികിത്സയും ഇൻഷുറൻസ് പരിരക്ഷയും ജോലിയും വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നായി കോടികൾ സ്വരൂപിച്ചത്. സൗജന്യ ചികിത്സയും ഇൻഷുറൻസുമെല്ലാം സാധാരണക്കാരെ വീഴ്ത്താനുള്ള വാഗ്ദാനങ്ങളായിരുന്നെങ്കിൽ വൻകിടക്കാരെ പാട്ടിലാക്കാൻ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയുമാണ് ഉപയോഗിച്ചത്. ഒരു ജനപ്രതിനിധി വഴി സമീപ ജില്ലയിൽ നിന്ന് ലക്ഷങ്ങളാണ് വാങ്ങിയതെന്ന് നിക്ഷേപകർ പറഞ്ഞു. പ്രതിസന്ധിയുടെ തുടക്കത്തിൽ ജനപ്രതിനിധികളുടെ തുക തിരിച്ചു നൽകിയതായാണ് വിവരം. മറ്റൊരു ജനപ്രതിനിധിയെ ആശുപത്രിയുടെ ഭാഗമെന്ന നിലയിൽ അവതരിപ്പിച്ച് നിക്ഷേപകരുടെ വിശ്വസ്തത നേടിയിരുന്നതായും പണം നഷ്ടമായവർ പറഞ്ഞു. പരാതികളുമായി രംഗത്തെത്തിയവരിൽ കൂടുതലും ചെറുകിടക്കാരാണ്. പണം തിരികെ ആവശ്യപ്പെട്ട് സമീപിക്കുന്നവരോട് പലവിധത്തിലുള്ള മറുപടികളാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ആശുപത്രി പുതിയ ഗ്രൂപ്പ് ഏറ്റെടുക്കുമെന്നും അധികം വൈകാതെ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുമെന്നുമാണ് കൂടുതൽ പേരോടും പറയുന്നത്. ആശുപത്രി പ്രവർത്തനം തുടങ്ങിയാൽ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം നൽകാൻ കഴിയുമെന്നാണ് നിക്ഷേപകരെ ധരിപ്പിക്കുന്നത്. ഇത് വിശ്വസിച്ചാണ് പലരും രംഗത്ത് വരാത്തത്. പണം നഷ്ടമായ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പരാതി നൽകുമെന്നാണ് കരുതുന്നത്. മണ്ണാർക്കാട് കോട്ടോപ്പാടം കണ്ടമംഗലത്ത് വീട് കത്തി നശിച്ചു. പുളിക്കത്തോട്ടത്തിൽ പത്രോസിന്റെ വീടാണ് കത്തിയത്. ബുധനാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ആസ്ബസ്റ്റോസ് ഷീറ്റ് പൊട്ടിത്തെറിച്ചാണെന്ന് കരുതുന്നു. സ്ഫോടന ശബ്ദവും കേട്ടിരുന്നതായും വീടിന് സമീപം കരിമരുന്നിൻ്റെ അംശം കണ്ടെത്തിയതായും നാട്ടുകാർ പറഞ്ഞു. വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നെങ്കിലും ഇതിലേക്ക് തീ പടർന്നിട്ടില്ല.
സംഭവം നടക്കുന്നതിന് ഏതാനും സമയം മുമ്പ് പത്രോസ് വീട്ടിലുണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരമെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു. വട്ടമ്പലത്ത് നിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. മാമാങ്കത്തിന്റെയും ചാവേറുകളുടെയും സ്മരണ നിലനിർത്താൻ ലക്ഷ്യമിട്ട് തുടങ്ങിവെച്ച അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ മാമാങ്ക ചാവേർത്തറ പദ്ധതി പൂർത്തിയാക്കാനായില്ല. ചാവേർത്തറ നിർമ്മിച്ചെങ്കിലും പദ്ധതിയിലെ മറ്റു അനുബന്ധ പ്രവൃത്തികൾ ഒന്നും നടത്തിയിട്ടില്ല. ബന്ധപ്പെട്ട വകുപ്പധികാരികളിൽ നിന്നും ഇത് പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടാവണമെന്ന് തിരുനാവായ മാമാങ്ക മഹോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മാമാങ്കത്തിന്റെയും ചാവേറുകളുടെയും വീരചരിത്രവും സ്മരണയും നിലനിർത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ മാമാങ്ക സ്മാരക പദ്ധതിയായ ചാവേർത്തറയുടെ പൂർത്തീകരണം നീളുകയാണ്. 2019 ടൂറിസം വകുപ്പ് പദ്ധതിക്ക് അനുമതി നൽകിയതാണ്. 1.25 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിവെച്ചു. ചാവേർത്തറ കെട്ടിയുണ്ടാക്കി. എന്നാൽ അനുബന്ധമായ മറ്റു പ്രവൃത്തികളൊന്നും പൂർത്തീകരിച്ചില്ല. ഈ വർഷത്തെ മാമാങ്കോത്സവത്തിന്റെ ഭാഗമായുള്ള ചാവേർ സ്മൃതി ചടങ്ങുകൾ ഈ ചാവേർത്തറയുടെ സമീപത്താണ് നടന്നത്. ചാവേർത്തറ ഈ നിലയിൽ കാണുന്നത് ദയനീയമാണെന്ന് തിരുനാവായ മാമാങ്കോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരും അധികാരികളും അടിയന്തര ശ്രദ്ധ നൽകി ഇത് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാമാങ്കോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വർഷം തോറും മാമാങ്കത്തിൻ്റെ സ്മാരകമായ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് സമീപമുള്ള ചാവേർത്തറ സന്ദർശിക്കുമ്പോൾ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ചാവേർത്തറ അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് അനുബന്ധമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തണം. സർക്കാർ അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായി ഈ ചാവേർത്തറയുടെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാതെ ഇട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ ഇതിന് വേണ്ടത്ര ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ ചാവേർത്തറയുടെ നോക്കിയാൽ കാണാവുന്ന കാര്യം. പല ഭാഗത്തും പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും എന്നത് അവസാനിപ്പിക്കുന്നുള്ളതിൻ്റെ യാതൊരു സൂചനകളും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇക്കാര്യത്തിലൊരു നടപടിയെടുത്ത് ഈ ചാവേർത്തറയും അനുബന്ധ സൗകര്യങ്ങളും തിരുമാന്താംകുന്ന് ക്ഷേത്ര പരിസരത്ത് ആരംഭിക്കണമെന്നാണ് തിരുനാവായ റിയക്കോയുടെ പേരിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ചാവേർത്തറ, ചുറ്റുമതിൽ, വിശ്രമകേന്ദ്രം, ഇൻഫർമേഷൻ കൗണ്ടർ, ചാവേറുകളുടെ കഥകളും ചിത്രങ്ങളും കൊത്തിയുള്ള ചുമർ, കവാടം, കരിങ്കല്ല് പതിച്ച പാത തുടങ്ങിയ പ്രവൃത്തികൾ ഉൾപ്പെട്ടതാണ് പദ്ധതി. അനുവദിച്ച ഫണ്ട് പോരാത്തതിനാൽ പദ്ധതി മുടങ്ങിക്കിടക്കുന്നതായാണ് അറിവ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലത്ത് ഇനി സിനിമാ കാലം. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. സംവിധായകൻ അനുരാഗ് കശ്യപ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനാണ് ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിൽ തുടക്കമായത്. ജനുവരി 25 മുതൽ 28 വരെയാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഇന്ത്യയുടെയും സഹകരണത്തോടെ നടക്കുന്ന മേളയുടെ പ്രമേയം പലസ്തീനാണ്. പലസ്തീൻ പ്രശ്നം പ്രമേയമാക്കിയ ചിത്രങ്ങളുടെ പ്രത്യേക പ്രദർശനവും മേളയിലുണ്ട്. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ ഇന്ന്, ഡോക്യുമെൻ്ററി തുടങ്ങിയ വിഭാഗങ്ങളിലായി 30ലേറെ പ്രദർശനങ്ങൾ മേളയിൽ നടക്കും. സംവിധായകൻ അനുരാഗ് കശ്യപ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യും. Come to watch a film festival, it's a very powerful feeling. And Rajiv Ravi, I declare the 7th Dialogue International Film Festival open. മുൻ നഗരസഭാ ചെയർമാൻ എൻ.എം. നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. സിനിമകൾ വളരാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നടി രമ്യ നമ്പീശൻ പറഞ്ഞു. 7th ഡയലോഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ശരിക്കും ഡയലോഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോൺവെർസേഷൻ, സംവാദങ്ങൾ, അത് തന്നെയാണ് എപ്പോഴും നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ സിനിമകൾ വളരാനൊക്കെ ഏറ്റവും അധികം ഉപകാരം. നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ്. ഇനിയും ഇത്തരം ചർച്ചകളും ഇത്തരം കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവട്ടെ, ഇത്തരം നല്ല നല്ല സിനിമകൾ പ്രദർശിപ്പിക്കാനും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സംവിധായകൻ കെ.എൻ. കമൽ, ശ്രുതി ശരണ്യ,
നടി നിമിഷ സജയൻ, ചലച്ചിത്ര നിർമ്മാതാവ് രഞ്ജൻ സിംഗ്, മുൻ MLA M. ഹംസ, N. ദിനേശ് ബാബു, ഫെസ്റ്റിവൽ ഡയറക്ടർ KC ജിതിൻ, ജനറൽ കൺവീനർ K. മോഹൻദാസ്, സബ് കമ്മിറ്റി കൺവീനർ A. അഷ്റഫ് തുടങ്ങിയവരും സംസാരിച്ചു. അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത കെനഡി ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. 2024-25 വാർഷിക പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായുള്ള തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വാർഷിക സെമിനാർ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം, ആരോഗ്യം എന്നിവയ്ക്ക് മുന്തിയ പരിഗണന നൽകും. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2024-25 വർഷത്തെ വാർഷിക പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് സെമിനാർ നടത്തി. കുടിവെള്ളം, കാർഷിക, ആരോഗ്യമേഖല എന്നിവയ്ക്കാണ് മുന്തിയ പരിഗണന. കൂടാതെ ആരോഗ്യമേഖലയിൽ തച്ചനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമ്പൂർണ്ണ ലാബ്, സായന OP സംവിധാനം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. എക്സ്റേ സംവിധാനം കൂടിയും പരിഗണനയിലുണ്ട്. കൂടാതെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനായി സോളാർ വേലിയുടെ 1ാം ഘട്ട നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് CH ഹാളിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. അവനവന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ ഞാൻ പറയുന്നില്ല, അത്രയും ചുരുങ്ങിയ സമയമാണ് ഇനി നമുക്കുള്ളത്. അത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും ആ പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാവിധ സഹകരണവും അതിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട ഇംപ്ലിമെന്റ് ഓഫീസർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം. പദ്ധതി രേഖയുടെ പകർപ്പ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP അലവിക്ക് പ്രസിഡന്റ് KPM സലീം നൽകി പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന മുരളി അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ P. മൻസൂർ അലി പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ CP സുബൈർ, ആറ്റ BV, EM നവാസ്, ബിന്ദു കോങ്ങത്ത്, MC രമേശ്, AK വിനോദ്, CP ജയ, MC രമണി, KP ഇല്യാസ്, P. രാധാകൃഷ്ണൻ, പാർവതി ഹരിദാസ്, PM ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കരുതലിൽ സ്കൂളിൽ സഹായിയായി ജോലി ചെയ്യുന്ന വിലാസിനിക്കും കുടുംബത്തിനും സ്നേഹവീടൊരുങ്ങുന്നു. വിലാസിനിയുടെ വീടിന്റെ കട്ടിളവെക്കൽ ചടങ്ങ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ നിർവഹിച്ചു. ഏറെക്കാലമായി വിലാസിനി കല്ലടി സ്കൂളിൽ ജോലി തുടങ്ങിയിട്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. വീടെന്ന സ്വപ്നം ഉള്ളിലുണ്ടെങ്കിലും ആരോടും പറഞ്ഞിരുന്നില്ല. വിലാസിനിയുടെ മോഹം മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ M. റഫീഖ് റഹ്മാൻ ഇക്കാര്യം സ്റ്റാഫ് യോഗത്തിൽ അവതരിപ്പിച്ചതോടെ വലിയ പ്രതികരണമാണ് ലഭിച്ചത്. അസംബ്ലിയിലും അറിയിച്ചതോടെ കുട്ടികൾ കാണിച്ച ആവേശമാണ് പദ്ധതി ഏറ്റെടുക്കാൻ ധൈര്യം നൽകിയത്. PTA, മാനേജ്മെന്റ്, സ്റ്റാഫ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ്, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ദൗത്യം ഏറ്റെടുത്തു. സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. വീടിന്റെ കട്ടിൽവെപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ നിർവഹിച്ചു. കഷ്ടപ്പെടുന്നവരുടെ മനസ്സറിഞ്ഞ് സഹായിക്കാനുള്ള മനസ്സാണ് കുട്ടികൾ കാണിച്ചതെന്ന് മുസ്തഫ വറോഡൻ പറഞ്ഞു. ഈ മേഖലയിലൊക്കെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നമ്മളെ മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം. നാളെ പല മേഖലകൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് പോകും, അതല്ലെങ്കിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരാവും, അതല്ലെങ്കിൽ കാർഷിക രംഗത്തേക്ക് പോകും, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകന്മാരായിട്ടും പ്രവർത്തിക്കും. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ സമൂഹത്തോട് നമ്മൾ കടപ്പെട്ടവരാണ്. വീട് നിർമ്മാണത്തിന് ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ട്. നല്ലവരായ ആളുകളുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ M. ഷഫീഖ് റഹ്മാൻ പറഞ്ഞു. ഇത് ഞാൻ സ്കൂളിലെ സ്റ്റാഫ് മീറ്റിങ്ങുകളിലും അധ്യാപകരുടെ PTA എക്സിക്യൂട്ടീവിലൊക്കെ ചർച്ച ചെയ്തു. 100-700 കുട്ടികൾ, 40-40ഓളം അധ്യാപകർ, രക്ഷിതാക്കളുള്ള ഈ കൂട്ടായ്മയ്ക്ക് എന്തുകൊണ്ടൊരു വീട് നമുക്കിന് നിർമ്മിച്ച് നൽകൂടാ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയുണ്ടായത്. എന്തായാലും ദൈവത്തിന് സ്തുതി. അതിൽ തുടങ്ങി കുട്ടികളുടെ കാര്യമായ പ്രവർത്തനം കൊണ്ട് ചെറിയൊരു തുക കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വലിയൊരു തുക നാട്ടുകാരെയൊക്കെ സമീപിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ ചേച്ചിയുടെ വീടെന്ന സ്വപ്നം പൂവണിയാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. PTA പ്രസിഡന്റ് V. മനോജ് കുമാർ, പ്രിൻസിപ്പൽ M. ഷഫീഖ് റഹ്മാൻ, മാനേജർ KCK സെയ്ദലി, PTA എക്സിക്യൂട്ടീവ് അംഗം EM അഷ്റഫ്, NSS പ്രോഗ്രാം ഓഫീസർ ജെസി ചാക്കോ, അധ്യാപകരായ ജിതി സൂസൻ ജോസഫ്, TP മുഹമ്മദ് മുസ്തഫ, PM കുഞ്ഞയമ്മു, N. നിർമ്മൽ കുമാർ, KT നസ്മത്ത്, K. അനൂഷ, KP അനസ്,
കെ അബ്ദുൾ റഫീഖ് എന്നിവരും NSS വളണ്ടിയർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തനാട്ടുകര TAMUP സ്കൂൾ വിദ്യാർത്ഥി സംഘടന ഒരുക്കുന്ന തോരക്കാട്ടിൽ അബ്ദുഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. LP, UP വിഭാഗം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയിൽ അലനല്ലൂർ പഞ്ചായത്തിലെയും മണ്ണാർക്കാട് സബ് ജില്ലയിലെയും വിവിധ സ്കൂളുകൾ മാറ്റുരയ്ക്കും. എടത്തനാട്ടുകര TAMUP സ്കൂൾ മൈതാനിയിലാണ് നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9 LP സ്കൂളുകളും മണ്ണാർക്കാട് സബ് ജില്ലയിലെ 12 UP സ്കൂളുകളുമാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. LP വിഭാഗം മത്സരം വ്യാഴാഴ്ച ആരംഭിച്ചു. തീയതി ഞായറാഴ്ചയാണ് UP വിഭാഗം മത്സരവും LP UP വിഭാഗം ഫൈനലും നടക്കുക. 1ഉം 2ഉം സ്ഥാനം നേടുന്ന സ്കൂളുകൾക്കും മികച്ച കളിക്കാർക്കും TAMUP സ്കൂൾ വിദ്യാർത്ഥി സംഘടന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. UP വിഭാഗത്തിൽ നിന്ന് 10 ടീമും LP വിഭാഗത്തിൽ നിന്ന് 13 ടീമുകളുമാണ് ഇന്നിവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ എല്ലാ സ്കൂളിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ P. അബൂബക്കർ നിർവഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K. അബൂബക്കർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ TK ഷുക്കൂർ, കൺവീനർ TP മൻസൂർ, PTA പ്രസിഡന്റ് MK യാക്കൂബ്, മാനേജിംഗ് കമ്മിറ്റി അംഗം TK അബ്ദുൽ സലാം, PK കുഞ്ഞമ്മു, K. രാംകുമാർ, TK നജീബ്, KP മുഹമ്മദ് കുട്ടി, ഹെഡ് മാസ്റ്റർ TP സഷീർ, സ്റ്റാഫ് സെക്രട്ടറി TK അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷയുടെ ഭാഗമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. UAE-യിലെ ഒറ്റപ്പാലത്തുകാരുടെ കൂട്ടായ്മയായ FC ഒറ്റപ്പാലമാണ് ക്യാമറകൾ സ്പോൺസർ ചെയ്തത്. ഒറ്റപ്പാലം SHO M. സുജിത്ത് ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. FC ഒറ്റപ്പാലം UAE കൂട്ടായ്മ 600 പേരോളം ഉള്ള UAE കൂട്ടായ്മയുടെ ഭാഗമായി ഒറ്റപ്പാലം ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വലിയൊരു പദ്ധതിക്ക് രൂപം നൽകുകയാണ്. സ്കൂളുകൾ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമറകളുടെ കണ്ണിലേക്ക് എത്തിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഞാൻ അറിയുന്നത്. ഇതിന്റെ പ്രത്യേകത ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് പോലെയുള്ള സംഗതികൾ സ്കൂളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി കുട്ടികളിലേക്ക് വിതരണം ചെയ്യുകയും വിപണനം ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കൂടാതെ കുട്ടികൾ കൃത്യമായി ക്ലാസ് റൂമിൽ ഇരിക്കാതെ, അറ്റൻഡൻസ് കൃത്യമായി ഇരിക്കാതെ അവർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുവരും. അതുമാത്രമല്ല, നമ്മുടെ പൊതുവിദ്യാലയം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ നയം. അതിന്റെ ഭാഗമായി ഇത്തരം സർക്കാർ സ്കൂളുകളിൽ തന്നെ അവിടെ വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി കുട്ടികളെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ FC ഒറ്റപ്പാലം 600 പേരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു മഹത് പദ്ധതി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ കോട്ടപ്പുറം PHSC കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിർമ്മാണ ഉദ്ഘാടനം അടുത്തുതന്നെ നടത്തുമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടിൽ നിന്നും VK ശ്രീകണ്ഠൻ MP അനുവദിച്ച 1,43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. 650 ചതുരശ്ര വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഡോക്ടർമാർക്കുള്ള മുറികൾ, ലാബ്, ഫാർമസി, നഴ്സിംഗ് സ്റ്റേഷൻ എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ രോഗികൾക്ക് വിശ്രമിക്കാൻ വിശാലമായ സൗകര്യവും ഉണ്ടായിരിക്കും. കോൺഫറൻസ് ഹാൾ, പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാനുള്ള മുറി, ആശാപ്രവർത്തകർക്കുള്ള മുറികൾ എന്നിവയാണ് മുകളിലെ നിലയിൽ. ആശുപത്രി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ കെട്ടിടം ലേലം ആരംഭിച്ചു. മണ്ണ് പരിശോധനയും ആരംഭിച്ചു. കഴിഞ്ഞ 8 മാസമായി വാടക കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തനം. നിലവിൽ NHM ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ കൂടിയും അനുവദിക്കാമെന്ന് MP അറിയിച്ചിട്ടുണ്ട്. അത് ലഭിച്ചാൽ 3ാം നില പണിയുകയും അവിടെ രോഗികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ണ് പരിശോധന അവർ നടത്തി. എത്ര ആഴത്തിൽ അതിന് ഫൗണ്ടേഷൻ
ഇടണം, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. അതെല്ലാം കഴിഞ്ഞു. ഇന്ന് ആ പഴയ ബിൽഡിംഗ് ലേലം ചെയ്ത് കഴിഞ്ഞാൽ അത് 10 ദിവസത്തിനകം തന്നെ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ ഇന്ന് ആ കരാറുകാരോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട MP-ക്കും ബഹുമാനായ MLA-ക്കും അവരുടെ ഒഴിവ് പ്രകാരം ഒരു ദിവസം നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നിർമ്മാണോദ്ഘാടനം ചെയ്യുന്നതാണ്. കഴിഞ്ഞാൽ 2 നിലയിലായി 6050 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ബിൽഡിംഗാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഇപ്പോൾ സോയിൽ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഫലമായി എമൗണ്ടിൽ വല്ല വേരിയേഷനും ഉണ്ടാകുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ അതിനുവേണ്ടി ഓരോ ആശുപത്രിയിലും ഇതുപോലെ സബ് സെൻറ്ററിലുമൊക്കെ NHM തന്നെ 55 ലക്ഷം രൂപ കൂടെ കൊടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണപുരം പുന്നാമ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഫെബ്രുവരി 2-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് പൂരത്തിന്റെ കൊടിയേറ്റം. ഫെബ്രുവരി 2-ന് രാവിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം പൂരത്തിന് കൊടിയേറ്റും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 3-ന് 6 അടി കുടിവെപ്പോടുകൂടി പൂരാഘോഷത്തിന് പരിസമാപ്തിയാകുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024 പൂരമഹോത്സവം 26-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് പൂരത്തിൻ്റെ കൊടിയേറ്റം ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവുന്നതാണ്. 1-ാം തീയതി അതായത് 1-ാം തീയതി രാത്രി, അതായത് 2-ാം തീയതി 12 മണിക്ക് ശേഷം 9 ഭാഗത്തുനിന്നുള്ള കാളവേലകളും, പിന്നെ 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഏകദേശം 24ഓളം ആനകളുടെ എഴുന്നള്ളിപ്പും പുന്നാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാ നിലയ്ക്കും വളരെയധികം നന്നായി നടത്താൻ പറ്റുന്ന ഒരു പൂരമഹോത്സവം. 6 ദേശങ്ങളുള്ളവരാണ് പൂരത്തിന്റെ സംഘാടകർ. ഫെബ്രുവരി 1-ന് രാത്രി 11:50 മുതൽ 2-ന് പുലർച്ചെ 4 മണി വരെ കാളവേല നടക്കും. പൂരദിവസം വൈകിട്ട് 5-ന് ഗജവീരന്മാരുടെയും വാദ്യകലാകാരന്മാരുടെയും അകമ്പടിയോടെ പകൽവേല നടക്കും. 5:30-ക്ക് വേലയിറക്കത്തിനു ശേഷം കേളി, പറ്റ്, നാദസ്വരം തുടർന്ന് കമ്പം കത്തിക്കൽ നടക്കും. രാത്രി 8 മണിക്ക് അയേന ക്രിയേഷൻസിന്റെ മെഗാ ഷോ അരങ്ങേറുമെന്നും ക്ഷേത്രം പ്രസിഡന്റ് പി. രവീന്ദ്രൻ, സെക്രട്ടറി എ. ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് സി. രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഉൽപാദന സേവന മേഖലകൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകിയാണ് കരട് വികസന രേഖ തയ്യാറാക്കിയത്. 7.41 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വികസന രേഖയിലുള്ളത്. പ്രസിഡന്റ് കെ. എം. ഹനീഫ ഉദ്ഘാടനം ചെയ്തു. നല്ല അഭിപ്രായങ്ങളെ, ക്രിയാത്മകമായ അഭിപ്രായങ്ങളെ പൂർണ്ണമായി ഉൾപ്പെട്ടുകൊണ്ട് ആ തരത്തിലേക്ക് ആ പദ്ധതി പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 3 വർഷവും ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. 18 അംഗങ്ങളും ഒറ്റ മനസ്സോടെയാണ് പഞ്ചായത്തിന്റെ വികസന പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത്. കരട് രേഖ പ്രസിഡന്റ് പി. എ. തങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എൻ. സാജിറ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. കെ. ഷൗക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെമീറ സലീം, ബ്ലോക്ക് മെമ്പർമാരായ ഷീബ പാട്ടത്തോടി, ടി. ഷീജ, മെമ്പർമാരായ എം. മോഹനൻ, ഉമ്മർ കുന്നത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. അനസ്, നിഷ രാമൻ, പി. രുക്മിണി, സി. ചാമി, ഫസീല നൌഷാദ്, സെക്രട്ടറി കെ. ആർ. മാലിനി, വിജിത, രാഷ്ട്രീയ പ്രതിനിധികളായ കെ. ടി. രാമചന്ദ്രൻ, സുരേഷ് തെങ്ങുംതോട്ടം, കെ. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ. കെ. അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം നുസൈബ മുത്തുകാസ് അധ്യക്ഷയായി. അധ്യാപകരായ വേണു, ഗിരിജ എന്നിവർ സംസാരിച്ചു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സി. ആരതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എന്താണ് ക്ലാസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കാനും പഠിക്കാനും താല്പര്യത്തോടെ വന്നിരിക്കുന്നത് നമുക്ക് നല്ല സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ
പ്രധാന വാർത്തകൾ വീണ്ടും. വാർഷിക പദ്ധതി ഫണ്ട് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചെന്ന് ആരോപണം. ചെർപ്പുളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഒറ്റപ്പാലം മനുശ്ശേരിയിൽ സ്കൂൾ വാനിന് പിറകിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മാനന്നൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. 10 പേർ കൂടിയും പരാതി നൽകി. ഇതോടെ പരാതിക്കാരുടെ എണ്ണം 60ആയി. മണ്ണാർക്കാട് കോട്ടപ്പാടം കണ്ടമംഗലത്ത് വീട് കത്തി നശിച്ചു. പുളിക്കത്തോട്ടത്തിൽ പത്രോസിന്റെ വീടാണ് കത്തി നശിച്ചത്. ആളപായമില്ല. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ മാമാങ്ക ചാവേർത്തറ നിർമ്മാണ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതി പൂർത്തിയാക്കാൻ വകുപ്പധികാരികൾ ഇടപെടണമെന്ന് മാമാങ്ക മഹോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ. ഒറ്റപ്പാലത്ത് 7ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. 30ലേറെ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.